എല്ലാവർക്കും നമസ്കാരം. നീ ഒരു ആണല്ലേ? നിനക്ക് ആണത്തമില്ലേ? ഒരാണിനെ പോലെ പെരുമാറണ്ടേ? നാണമില്ലേ ഇങ്ങനെ കരയാൻ? നാണമില്ലേ പെണ്ണുങ്ങളെപ്പോലെ ഇങ്ങനെ കരയാൻ? നാണമില്ലേ ഇങ്ങനെ വിഷമിക്കാൻ? ഒരല്പം ഉളുപ്പ് വേണ്ടേ? ഇത്തരം ചോദ്യങ്ങൾ ആൺകുട്ടികളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട്, സമൂഹം, കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ധാരാളം കേട്ടിരിക്കും. ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സമൂഹം അനുവദിച്ചു കൊടുക്കുന്ന ഒരുതരം മസിൽ ആറ്റിറ്റ്യൂഡ്, ഒരു മസിൽ മാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ളൊരു കഴിവുണ്ട്, അത് നീ അങ്ങനെ ആവണം, നിനക്ക് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയണം, നിനക്കതിനുള്ള കഴിവുണ്ട്, അതല്ലെങ്കിൽ നീ പെണ്ണുങ്ങളെപ്പോലെ ആവും, അതല്ലെങ്കിൽ നീ സ്ത്രീകളെപ്പോലെ പെരുമാറും, അതല്ലെങ്കിൽ നിനക്ക് ആണത്തമില്ല എന്നുള്ള രീതിയിലുള്ള ഒരുതരം പെരുമാറ്റം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആണാണ് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ എമോഷൻസിനെയും നമ്മുടെ സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോരായ്മകളെ മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം പുരുഷന്മാരും നല്ല രീതിയിൽ പുറത്തോട്ട് പ്രകടിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ സൈക്കോളജിസ്റ്റിനും ഉള്ളത്. അത് മാനസികാരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ പേരാണ് ടോക്സിക് മാസ്കുലാനിറ്റി എന്ന് പറയും. ഇത് സമൂഹം നമുക്ക് തരുന്നൊരു പ്രഷറാണ്. ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ പുരുഷന്മാർ, ആൺകുട്ടികൾ പെരുമാറാവൂ എന്നുള്ള ഒരു തരം പ്രഷറാണ്. അത് ആ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ബിഹേവിയറിനെ, സ്വഭാവത്തെ വളരെയധികം നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നു. ടോക്സിക് മസ്കുലാനിറ്റി ഒരാളുടെ ഐഡിയ, ആളുകളുടെ ഐഡിയ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഐഡിയ. പുരുഷത്വം. എന്താണ് പുരുഷത്വം? മറ്റുള്ളവരുടെ മേലെ ഡോമിനേറ്റ് ചെയ്യുക, അതാണ് പുരുഷത്വം. അതേപോലെ ഹോമോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ ഹോമോസെക്ഷൽ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ഒഴിവാക്കി ഞാൻ സ്ട്രൈറ്റ് ആണ് എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തുക. പിന്നെയുള്ളത് അഗ്രഷനാണ്. മറ്റുള്ളവരുടെ മേൽ കുതിര കയറുക, ദേഷ്യപ്പെടുക, ചാടി കടിക്കാൻ വരിക, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള പുരുഷന്മാരുടെ പെരുമാറ്റം, അതിനെയാണ് ടോക്സിക് മാസ്കുലാനിറ്റി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഐഡിയ, ഇങ്ങനെ ഒരു ഐഡിയ, ടോക്സിക് മാസ്കുലാനിറ്റി എന്ന് പറയുന്ന ഐഡിയ, പുരുഷന്മാർ എമോഷൻസ് പുറത്തോട്ട് കാണിക്കരുത്. അവരുടെ അങ്ങനെ പുറത്തോട്ട് കാണിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നു, മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും? ഞാനിങ്ങനെ പെരുമാറിയാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായി പോവില്ലേ? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം താഴ്ന്നു പോവില്ലേ? എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തികൾക്കുണ്ടാവുകയും, ഞാൻ പറയുന്നത് എല്ലാ പുരുഷന്മാരെയും അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളെയും കുറിച്ചാണ്, അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ടോക്സിക് മാസ്കുലാനിറ്റി? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഹേവിങ് ലൈക്ക് മാൻ, പുരുഷനെ പോലെ പെരുമാറണം. പുരുഷൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടിൽ മാത്രമേ പുരുഷൻ പെരുമാറാവൂ. അതായത് ആൺകുട്ടി പെരുമാറേണ്ടത് പുറത്തുനിന്ന് എന്ത് പ്രഷർ വന്നാലും, മനസ്സിനകത്തുനിന്ന് എന്ത് എമോഷൻസ് വന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ള ആ ഒരു തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് സമൂഹം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പെരുമാറ്റ രീതി. അതേ ചെയ്യാവൂ എന്നാണ് പറയുന്നത്. ടോക്സിക് മാസ്കുലാനിറ്റിക്ക് ഡെഫിനിഷൻസ് ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഡെഫിനിഷനാണ്. പക്ഷേ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ പറയുന്ന ഒരു 3 ആസ്പെക്റ്റ് ഉണ്ട്. പുരുഷൻ ടഫ് ആയിരിക്കണം, അതായത് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, എമോഷണലി സ്ട്രോങ് ആയിരിക്കണം, ബിഹേവിയറലി ആളൊരു അഗ്രസീവ് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദയാദാക്ഷിണ്യമൊന്നും വരാൻ പാടില്ല. അതാണ് മാസ്കുലാനിറ്റി എന്നാണ് ടഫ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ആൻറ്റി ഫെമിനിറ്റി, സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീ പക്ഷ നിലപാടുകളോട് അല്ലെങ്കിൽ സ്ത്രീയുടെ പെരുമാറ്റങ്ങൾ ഇദ്ദേഹത്തിന് വരാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു ചിന്താഗതി, അതാണ് ആൻറ്റി ഫെമിനിറ്റി. മൂന്നാമത് പവർ. ഈ പുരുഷൻ പവർഫുൾ ആയിരിക്കണം, ഒരു ഉയർന്ന പദവിയിലായിരിക്കണം, ഡോമിനേറ്റിംഗ് ആയിരിക്കണം, കുടുംബത്തിൽ ഉന്നത സ്ഥായിലായിരിക്കണം. ഒരു കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അതിൽ സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ അതിൽ പുരുഷനായിരിക്കണം ടോപ്പ് എന്നുള്ള തരത്തിലുള്ള സോഷ്യലാണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലുമായിട്ടുള്ള ഒരുതരം വ്യത്യസ്ത ഭാവം, അതിനെയാണ് പവർ റിലേറ്റഡ് ടോക്സിക് മാസ്കുലാനിറ്റി എന്ന് പറയുന്നത്.
ഇനി ഇത്തരം അൺഹെൽത്തി ഹാബിറ്റ്സിനെ സമൂഹം തന്നെ ഉയർന്ന സ്ഥായിലാണ് കാണുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇത് സെൽഫ് കെയർ, ഇറ്റ് ഇസ് ദ നോഷൻ ദാറ്റ് സെൽഫ് കെയർ ഫോർ വുമൻ ആൻഡ് മെൻ ഷുഡ് ട്രീറ്റ് ദെയർ ബോഡീസ് ലൈക്ക് മെഷീൻസ്. സ്വയം പരിപാലിക്കരുത്. നമ്മളുടെ ബോഡി, പുരുഷന്മാരുടെ ബോഡി എന്ന് പറയുന്നത് മെഷീൻസിനെ പോലെയാണ്. അത് എണ്ണയിട്ട യന്ത്രം പോലെ നടന്നുകൊണ്ടിരിക്കണം. അതായത് എക്സസൈസ് ചെയ്യണം, മസിൽസ് പെരുപ്പിച്ച് കാണിക്കണം, ബിൽഡപ്പ് ചെയ്യണം. കൈകളിലോ കാലുകളിലോ മുറിവ് വന്നാൽ പോലും മൈൻഡ് ചെയ്യരുത്, കരയരുത്, വേദന അനുഭവിക്കരുത്, ദേഷ്യം വരരുത്, വിഷമം അനുഭവിക്കരുത്. അങ്ങനെയുള്ള വളരെയധികം ഫിസിക്കലായിട്ടുള്ള ഒരു പ്രത്യേകതരം ലിമിറ്റ്സിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഗ്ലോറിഫിക്കേഷൻ. ഞാനെന്തോ വലിയ സംഭവമാണ്, പുരുഷൻ എന്തോ വലിയ സംഭവമാണെന്നും അവർക്ക് ശാരീരികമായിട്ടുള്ള വേദനകളൊന്നും അനുഭവിക്കില്ല, അവർക്ക് മാനസികമായിട്ടുള്ള വേദനകളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി. അത് മാത്രമല്ല, ഇവർ ഡോക്ടേഴ്സിനെ കാണുന്നതിനെയും പരമാവധി ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള ബിഹേവിയർ നമ്മുടെ സമൂഹത്തിൽ അല്പം കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ടോക്സിക് മാസ്കുലാനിറ്റി ഉള്ളവർ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും ഞാൻ എന്തൊരു ഡോക്ടറെ കാണണം, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഡോക്ടറെ കാണണ്ട. അവിടെയാണ് നമ്മൾ പറയേണ്ടത്, മാനസികമായ ആരോഗ്യത്തിന് ചെറിയ സ്ട്രെസ്സ് വന്നാലും, ടെൻഷൻ വന്നാലും, ആങ്സൈറ്റി വന്നാലും, ചെറിയ ഡിപ്രഷൻ വന്നാലും ഇവർക്കതൊന്നും വിഷയമല്ല. വിഷയമാണ്, മനസ്സിനകത്ത് ഇവർക്ക് വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഈ ടോക്സിക് മാസ്കുലാനിറ്റി, നീ ഒരാണല്ലേ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അവർ പകച്ചു പോവുകയാണ്. ഞാനത് ചെയ്യാൻ പാടില്ല, ഞാൻ ഡോക്ടറെ കാണാൻ പാടില്ല, ഞാൻ വിഷമിക്കാൻ പാടില്ല, ഞാൻ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ മാറുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരം ടോക്സിക് മാസ്കുലാനിറ്റി അവരെ സിഗരറ്റ് വലിക്കാനും, ബീഡി വലിക്കാനും, സിഗാർ വലിക്കാനും, കള്ളു കുടിക്കാനും, മദ്യം ഉപയോഗിക്കുവാനും, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുവാനും, വെജിറ്റബിൾസ് ഒഴിവാക്കുവാനും, അതേപോലെ വളരെ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുവാനും, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഞാനത് പറയുന്നില്ല ഇവിടെ, സമൂഹത്തിന് നിരക്കാത്ത മറ്റു ചില കാര്യങ്ങളും ഇവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇവർ തന്നെ പ്രേരിപ്പിക്കപ്പെടുന്നു. കാരണം സമൂഹം എന്നെക്കുറിച്ച് ഞാൻ ഇതൊക്കെ ചെയ്താലേ അവർ എന്നെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. ഇവിടെയാണ് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ വരുന്നത്, മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നം വരുന്നത് അവിടെയാണ്. ഇവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ, ഈ പറയുന്ന സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് തന്നെ, ഞാൻ ആണാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ കരയാൻ പാടില്ല, ഞാൻ വിഷമിക്കാൻ പാടില്ല, ചെറിയ ചെറിയ മുറിവുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വന്നാൽ പോലും ഞാൻ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാൻ പാടില്ല, മാനസിക സമ്മർദ്ദമൊക്കെ സാധാരണമാണ്, അതൊരു കാരണവശാലും പ്രശ്നമാവില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. ഒരുപാട് എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായി വരേണ്ടിയിരിക്കുന്ന ആളുകളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്നോട് വന്ന് പറയാറുണ്ട്, സാർ അവന് സാറിനെ കാണാൻ താല്പര്യമില്ല, അവന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കത് വ്യക്തമായി ഫീൽ ചെയ്യുന്നുണ്ട്, ഹീ ഈസ് ഇൻ ട്രബിൾ. അതെ, അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള വ്യക്തികൾ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർ വളരെയധികം ഒരു സപ്പോർട്ടും തരില്ല. അവർ വന്നിരിക്കും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറയില്ല. അവർ ചിന്തിക്കുന്നത് എനിക്കൊരു കുഴപ്പവുമില്ല, അതുമാത്രമല്ല എനിക്കൊരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇയാളുടെ മുമ്പിൽ മനസ്സ് തുറക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്ത. ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവർ കാണാതെ പോകുന്നത് കൊണ്ട്, അത് മറ്റുള്ളവരോട് പറയാതെ പോകുന്നത് കൊണ്ട്, അതിന് തക്കതായിട്ടുള്ള ചികിത്സ അവിടെ നിൽക്കട്ടെ, അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞ് മനസ്സിലെ ആ വിഷമം ഒന്ന് ഇറക്കി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ, അത് ചെയ്യാതെ ഇവരുടെ ഈ പ്രശ്നങ്ങൾ വഷളായി വരികയും, അങ്ങനെ വഷളായി വന്നതിന് ശേഷം ഒരുപക്ഷെ ആങ്സൈറ്റി ഡിസോർഡറോ അതല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെയുള്ള ഒരുപാട് മാനസിക രോഗങ്ങൾക്ക് ഇവർ അടിമയായി തീരുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന പോലെ ഈ പറയുന്ന തെറ്റായ പ്രവണതകൾ, മദ്യപാനം, മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്കും ഇവർ അറിയാതെ കടന്നു പോകുന്നു. കാരണം അകത്ത് ഇവരുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കൂടുതലാണ്. ഇവർക്കത് പുറമെ കാണിക്കുവാൻ പറ്റുന്നില്ല. പുറമെ കാണിച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് വളരെ മോശമായി ചിന്തിക്കും എന്നുള്ള ചിന്താരീതി ഇവരെ ഇത്തരം മെൻ്റൽ സ്റ്റിഗ്മയ്ക്ക് വിധേയരാക്കുന്നു. അതുമാത്രമല്ല, ഇതെല്ലാം കൊണ്ട് തന്നെ ഇവർ വളരെയധികം ലോൺലി ആയി പോകുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, ഇവരുടെ വിഷമങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഇവർക്ക് കഴിയുന്നില്ല, സാധിക്കുന്നില്ല, ഇവർക്ക് പറ്റില്ല. കാരണം ഇവർ വിചാരിക്കുന്നത് ഞാനത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ പറയുന്ന ടോക്സിക് മാസ്കുലാനിറ്റി ഉള്ളവർ സാധാരണഗതിയിൽ ആരെങ്കിലും ബുള്ളിങ് ചെയ്താൽ, ഉപദ്രവിച്ചാൽ, പെരുമാറ്റം വളരെ മോശമായി തോന്നിയാലും അവരെ സഹായിക്കുവാൻ മുൻകൈ എടുക്കാറില്ല എന്നുള്ളതാണ്. അത് ഞാൻ എന്തിനു സഹായിക്കണം എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കാറ്.
നേരെ തിരിച്ചാണ് ചിന്തിക്കാറ്. ടോക്സിക് മാസ്കുലാനിറ്റി ഉള്ളവർ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ടോക്സിക് മാസ്കുലാനിറ്റി എന്ന് പറയുന്നതിൻ്റെ ടോക്സിക് എന്നുള്ള ഭാഗം കടന്നു വരുന്നത് ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ സഹായിക്കാൻ മിനക്കെടാറില്ല എന്നുള്ളതിലാണ്. 2019 സ്റ്റഡി, അതായത് ഒരു റിസർച്ച് പറയുന്നുണ്ട്, ടോക്സിക് മാസ്കുലാനിറ്റി ക്യാൻ പ്രിവെൻറ്റ് മെൻ ഫ്രം കൺസോളിങ് എ വിക്ടിം. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ, നല്ല വാക്കുകൾ പറയുവാൻ, കോളിംഗ് ഫോർ ഹെൽപ്പ്, സഹായത്തിന് വിളിക്കുവാൻ, അതുമാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാൾക്ക് എതിരെ നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ പറയുന്ന വ്യക്തികൾ കാണിക്കുന്നില്ല എന്ന് 2019 ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടോക്സിക് മാസ്കുലാനിറ്റി ഉള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോനില ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരു ബിഹേവിയറിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ടോക്സിക് മാസ്കുലാനിറ്റി, നമ്മളെല്ലാവരും ആണുങ്ങളാണ്, പക്ഷേ ആണുങ്ങൾക്ക് എമോഷൻസ് വരരുത് എന്നല്ല, ആണുങ്ങൾ കരയരുത് എന്നല്ല, ആണുങ്ങൾ വേദന അനുഭവിക്കരുത് എന്നല്ല, ആണുങ്ങൾ മറ്റുള്ളവരോട് സഹായത്തിന് ചോദിക്കരുത് എന്നല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിഹേവിയറൽ പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സമൂഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളായിരിക്കുവാനാണ് ശ്രമിക്കേണ്ടത്.